KSEBയിൽ കൂട്ടവിരമിക്കൽ. ഈ മാസം 31-ാം തീയതി 1100-ഓളം ഉദ്യോഗസ്ഥരാണ് വിരമിക്കൽ ഓർഡർ നൽകിയത്. ഉദ്യോഗസ്ഥർക്ക് ഈ ഓർഡർ നൽകിയിട്ടുണ്ട്. കൂട്ടവിരമിക്കലിലൂടെ KSEBയ്ക്ക് ഉണ്ടാകുന്നത് 650 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയായിരിക്കും എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അഖിൽ പാലോട്ടുപടം വീണ്ടും ചേരുകയാണ്. അഖിൽ, എന്താണ് ഈ കൂട്ടവിരമിക്കലിന് പിന്നിൽ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ബുദ്ധിമുട്ടായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മേഖലയിലും ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒക്കെ തന്നെ അതീവ പ്രശ്നമായി തന്നെ അത് നിലനിൽക്കുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതിൻ്റെ തോത് വളരെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ KSEBയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വലിയ ലാഭത്തിലേക്ക് അതിനെ കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു നഷ്ടത്തിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് പോയത്? ഈ KSEBയിൽ കൂട്ടവിരമിക്കൽ എന്ന് പറയുന്നത് ഈ മാസം 31-ഓടുകൂടി 1100-ഓളം വരുന്ന ഉദ്യോഗസ്ഥരാണ് വിരമിക്കലിൻ്റെ ഭാഗമായി തീരുക എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം സ്വാഭാവികമായും അല്ലെങ്കിൽ എല്ലാ അക്കാഡമിക്കൽ ഈ സാമ്പത്തിക വർഷവും തീരുന്നതിന് മുമ്പാണ് ഇത്തരത്തിലൊരു മാർച്ചോടുകൂടിയാണ് ഇത്രയും അധികം ഒരു വിരമിക്കലൊക്കെ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്നത്. പക്ഷേ ഇതൊരു വലിയൊരു വിരമിക്കലിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയും വലിയ പ്രായപരിധി ഉള്ളവരാണോ KSEBയിൽ ഉള്ളത് എന്ന ചോദ്യമൊക്കെ തന്നെ ഉയരുന്നുണ്ട് എന്നതാണ് നമുക്ക് ആ കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും KSEBയിലെ ഈ കൂട്ടവിരമിക്കൽ ഏതെങ്കിലും തരത്തിൽ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ബാധിക്കുമോ എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടിയിട്ടുണ്ട്. അനു.